എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏത് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ കാണാൻ പറ്റും. അവിടെ 1 ആണെങ്കിൽ ആദ്യ അലോട്ട്മെൻറ്റിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 2 ആണെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ 3ാമതാണ് കിട്ടിയുള്ളതെങ്കിൽ ആ ഒരു 3ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഏതാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓൾറെഡി മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ട് വിദ്യാർത്ഥികൾക്ക് 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെ അഡ്മിഷൻ നേടാവുന്നതും ആണ്. അപ്പോൾ ഇതിന് ശേഷമായിരിക്കും ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവുക. അതുപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കോഴ്സുകൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് അതായത് പുതുതായിട്ട് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകളിലേക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അതായത് ആ ഒരു കോഴ്സുകൾ കോളേജിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നഴ്സിംഗ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് പാരാമെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കോളേജിൽ നിന്നും അഡ്മിഷൻ ടൈമിൽ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കേണ്ടതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ സ്റ്റാമ്പ് പേപ്പർ എല്ലാ വിദ്യാർത്ഥികളും നൽകേണ്ടതുണ്ടോ. അതായത് ഏകദേശം 200 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ സ്റ്റാമ്പ് പേപ്പർ ഫില്ല് ചെയ്ത് നിങ്ങൾ ആ ഒരു കോളേജിൽ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോവേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ലഭിക്കുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ നിങ്ങളുടെ റെസിപ്റ്റ്, അതായത് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റുകളാണ്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ആ ഒരു റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഈ ഒരു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ സാധാരണ എല്ലാ വിദ്യാർത്ഥികളുടെയും SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഒറിജിനൽ TC ആണ്. അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് 6 മാസം കാലാവധിക്കുള്ളിലുള്ളതാണ്. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ നിന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 6 മാസം കാലാവധി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ആ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ഇനി അടുത്തത് നിങ്ങളുടെ +2-ൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഈക്വലൻസി ഉള്ളവർ ഈ ആ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ +2-ൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ +2 സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. ഇനി ഈക്വലൻസി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, അതായത് ഈ ഒരു കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ CBSE, ICSE, ISC, അതുപോലെ ഏതെങ്കിലും ഡിഗ്രി ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഇങ്ങനെയൊന്നും അല്ലാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും തരുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അതെല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമില്ല. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 ഒക്കെ കഴിയുമ്പോൾ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ MBBS ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഗവൺമെൻറ് ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചശക്തി അതായത് വിഷൻ എന്നിവയാണ് രേഖപ്പെടുത്തുക. അതുപോലെ ഡോക്ടറുടെ പേര്, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഡോക്ടറുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ആ ഒരു ഡോക്ടർ ഏത് തസ്തികയിലാണ് എന്നുള്ളത്, അതുപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റൽ സീല്, അതുപോലെ സ്ഥലവും ഡേറ്റും, ഇത്രയുമാണ് ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എടുത്തിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ സാധാരണയിൽ ചില കോളേജിൽ അതിന് ആ ഒരു അഡ്മിഷൻ എടുത്ത ശേഷം അവസരം നൽകാറുണ്ട്. അതായത് കോളേജിൽ തന്നെ അതിന് സൗകര്യം ലഭിക്കും.
അപ്പോൾ ചില കോളേജ് നിങ്ങളോട് എടുക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജ് ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. ഈ ഒരു സാധാരണഗതിയിൽ അഡ്മിഷൻ ടൈമിൽ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ട് വരാറില്ല. ഇനി അടുത്തതായിട്ടുള്ളത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ആനുകൂല്യമുള്ള ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല അതായത് ഈ ഒരു SC/BC വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള SC/BC എന്ന് പറഞ്ഞാൽ അതിൽ OBC ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. അതുപോലെ SC/ST വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഒറിജിനൽ ഉള്ളത് അതൊക്കെ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കാനായിട്ട് കരുതുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സ്റ്റാമ്പ് പേപ്പറിൻ്റെ കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് നൽകേണ്ടി വരും. അതായത് എക്സ്ട്രാ ഫീ പേയ്മെൻ്റ് അല്ല, നിങ്ങളുടെ ബാലൻസ് ഫീ പേയ്മെൻറ്റ്, അതായത് ഏകദേശം നിങ്ങൾ 25,000 രൂപ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ 25,000 അതായത് ഈ ഒരു 25,000 ബാക്കി, അതായത് ഈ ഒരു ഏകദേശം 96,000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഏകദേശം 71,000 സംതിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ PTA ഫണ്ട് ആ ഒരു കാര്യം അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടി വരും. അത് ഏകദേശം ഒരു 3,000 രൂപയോളം വരും. അപ്പോൾ ടോട്ടൽ 74,000 രൂപ വരും. അപ്പോൾ നിങ്ങൾക്ക് ഗഡുക്കളായിട്ട് അടക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ജസ്റ്റ് കോളേജിൽ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ എത്രയാണ് അടക്കേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ കോളേജിൽ നിന്ന് പറയും ഇത്ര പൈസ അടക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് ഗഡുക്കളായിട്ട് അടക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. ഇനി അടുത്തതായിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഫോം, അതായത് ഈ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ഏതെങ്കിലും സ്റ്റാമ്പ് വെണ്ടറെ അടുത്ത് പോയിക്കൊണ്ട് ഏകദേശം 200 രൂപ മൂല്യമുള്ള സ്റ്റാമ്പാണ് വാങ്ങിക്കേണ്ടത്. അത് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നുണ്ട്, അത് ടോട്ടൽ വാല്യൂ 200 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 രൂപയുടെ 2 സ്റ്റാമ്പോ അല്ലെങ്കിൽ 50 രൂപയുടെ ഏകദേശം 4 സ്റ്റാമ്പുകളോ വാങ്ങിച്ചിട്ട്, അതായത് സ്റ്റാമ്പ് പേപ്പർ മുദ്രപത്രം വാങ്ങിച്ചിട്ട് ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് അതിൽ കറക്റ്റായിട്ട് ഇത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 സ്റ്റാമ്പ് പേപ്പറിൽ കറക്റ്റായിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് ആ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ ആ ഒരു സ്റ്റാമ്പ് പേപ്പറിലും കൊള്ളുന്നില്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ കൂടി അഡീഷണലായിട്ട് അതിൻ്റെ ബാക്കി പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം ഇത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പൂരിപ്പിക്കേണ്ട, അത് കോളേജിൽ നിന്ന് നിങ്ങൾ ചോദിച്ചിട്ട് പൂരിപ്പിച്ചാൽ മതി. കാരണം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്നതായതുകൊണ്ട് തന്നെ തെറ്റിപ്പോവരുത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ, അതുപോലെ ഇവിടെ 2 വിറ്റ്നസ് ഉണ്ട്, അതായത് ഇതിന് സാക്ഷികളായിട്ട് 2 ആൾ, അതായത് അവരുടെ ഒഫീഷ്യൽ അഡ്രസ്സ് നൽകിയിട്ട് അവർ സിഗ്നേച്ചർ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു 2 സാക്ഷികൾ ഈ ഒരു ബോണ്ട് പേപ്പറിൽ സൈൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോണ്ട് പേപ്പർ പ്രകാരം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അതായത് ഈ ഒരു 4 വർഷമാണ് ഈ ഒരു ഡിഗ്രി കോഴ്സ് വരുന്നത്, അതായത് ഈ ഒരു നഴ്സിംഗ് കോഴ്സ് വരുന്നത്. അപ്പോൾ ഈ നഴ്സിംഗ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഏതെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ 1 വർഷം ആ ഒരു ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ നൽകുന്ന ഉറപ്പാണ് ഈ ഒരു മുദ്രപത്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അഥവാ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ, അതായത് വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ 1,00,000 രൂപ നൽകേണ്ടതായിട്ട് വരും. അതായത് ഈ ഒരു 1,00,000 രൂപ പേ ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സാധാരണ അങ്ങനെ നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ചൊരു പ്രോബ്ലം ഒന്നുമല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫോം, അതായത് ഈ ഒരു ഫോം നിങ്ങൾ 200 രൂപ വാല്യൂ വരുന്നത്, അതായത് 200 രൂപ വാല്യൂ വേണം എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 100 രൂപയുടെ 2 അല്ലെങ്കിൽ 50 രൂപയുടെ 4 വാങ്ങിക്കുക. അതിനുശേഷം അതിൽ ഈ ഒരു ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾ കോളേജിൽ പോയിട്ട് ഇത് പൂരിപ്പിച്ചാൽ മതി. കാരണം അഥവാ ഇത് തെറ്റിപ്പോവരുത്, കാരണം ഈ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ പ്രിൻ്റ് എടുക്കുന്നതായതുകൊണ്ട് തെറ്റിപ്പോവരുത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു ഫോം നിങ്ങൾ കോളേജിൽ പോയിട്ട് പൂരിപ്പിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇത് ജസ്റ്റ് നിങ്ങൾ കോളേജ് ചോദിച്ചിട്ട് അഡ്മിഷൻ ടൈമിൽ പൂരിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം അഥവാ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താനായിട്ടൊക്കെ അത് പുതിയ സ്റ്റാമ്പ് പേപ്പറൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് ഇത് കറക്റ്റായിട്ട് പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഇത്രമാത്രമാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പ് ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ സമ്മതം നൽകുന്ന അതായത് നിങ്ങൾ ഉറപ്പ് നൽകുന്നതാണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റാമ്പ് പേപ്പർ നൽകുന്ന ഈ ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാം ഈ ഒരു 1 lakh ആസ് ലിക്വിഡേറ്റഡ് ഡാമേജ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ അതായത് മെഡിക്കൽ കോളേജിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ നൽകുന്ന ഉറപ്പാണ് ഇത്. അപ്പോൾ ഈ ഒരു ഫോം ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്ന അതായത് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ നൽകേണ്ടതുള്ളൂ. സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അതായത് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഫോം നൽകേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്രാവശ്യം തൊട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ ഒരു രീതിയിൽ ഫോമിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ഈ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് അഡ്മിഷൻ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റ് ഫോമുകളുടെയൊക്കെ ലിങ്ക് ഈ ഒരു പേജിൽ തന്നെ അതായത് ഈ ഒരു പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ അവസാന ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോമുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതാണ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് അടുത്ത പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ ഒരു ഫോം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് കോളേജിൽ നിന്നും തന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.